മലയാളി വാർത്താ ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിജീവിതയും വിധിയും. ഇത് വിധിയല്ലാതെന്ത് പറയാൻ? There is a saying, wise people listen to advice. Intelligent people learn from their mistakes. And fools don't learn from their own mistakes. ഇതിൽ മൂന്നാമത്തെ കാറ്റഗറിക്കാരാണ് കൂടുതൽ ആളുകളും. സാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തട്ടിപ്പുകളിലും ഉണ്ടല്ലോ, അതിലെല്ലാം വീഴുന്നവർ ഈ മൂന്നാം തരക്കാരാണ്. അതിജീവിതം ഇപ്പോൾ പറയുന്നു ഈ രാജ്യത്ത് എല്ലാ പൗരന്മാരും തുല്യരല്ലെന്ന്. ഇത് ആർക്കാണ് നേരത്തെ അറിയാണ്ടിരുന്നത്? ഒരു വക പബ്ലിക് അഫയേഴ്സിൽ ഇടപെടുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവരെയും ഒരുപോലെയല്ല കാണുന്നത്. എല്ലാവർക്കും അവർക്ക് തിക്താനുഭവങ്ങൾ വരുമ്പോൾ പറയും ഇതുപോലെ മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന്. പക്ഷെ ഇങ്ങനെ കേൾക്കുന്നവർ പഠിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അതിലും ഭീകരമായ അവസ്ഥയിൽ അവർ വന്ന് ചെന്ന് ചാടുന്നത്. കാരണം അവർ മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഭവത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നില്ല. കാറ്റ് വീശുന്നത് കാണുമ്പോൾ അത് എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഏതൊരു സാഹചര്യവും എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ഊഹിക്കാം. അതിന് തെളിവ് നോക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ പോകത്തുള്ളൂ. അടച്ചിട്ട മുറിയിൽ വനിതാ ജഡ്ജിയെ വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. അടച്ചിട്ട മുറിയിൽ വിചാരണ നടക്കണമെന്ന് ആവശ്യപ്പെടുക അതും ചെയ്തു. പക്ഷെ അടച്ചിട്ട മുറിയിൽ എത്ര പേരാ ഉണ്ടായിരുന്നത്? പ്രതിക്ക് വേണ്ടി തന്നെ 2 ഡസനോളം വക്കീലന്മാർ. അത് വക്കീലന്മാരുടെ ഒരു പട. എന്തിനാ ഇവരെല്ലാവരും സ്വയം വാദിക്കാനായിട്ടും കൂടി? എല്ലാവരും വാദിച്ചിട്ടില്ല. ഇപ്പൊ വക്കീല് കക്ഷികളുടെ ആണെന്നും പറഞ്ഞ് 10-15 പ്രതികളുണ്ടല്ലോ, അവർക്കെല്ലാം ഈ 2 വക്കീല് ആണെന്നും പറഞ്ഞ് നടിയെ പരസ്യമായിട്ട് അവിടെ ഒന്ന് റേപ്പ് ചെയ്യാം. അതായത് റേപ്പ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള വിവരിക്കുന്ന കേട്ട് ഈ ബ്ലൂ ഫിലിം ആസ്വദിക്കുന്ന പോലെ ആസ്വദിക്കാനുള്ള പുറപ്പാട്. അതിന് ജഡ്ജിയും വകവെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ജഡ്ജിയെ മാറ്റണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടു. അല്ലെ കോടതി കേരളത്തിൽ നിന്ന് പുറത്തോട്ട് മാറ്റണം. പക്ഷെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അതിനെ തടഞ്ഞു. കാരണം സുന്ദരിയായ നടിയുടെ വിവരണങ്ങൾ കേട്ട്, റേപ്പ് വിവരണങ്ങൾ കേട്ട് ഇവർക്ക് നിർവൃതി അടയാൻ പറ്റുകയില്ലല്ലോ. വാദം പുറത്തോട്ട് കൊണ്ടുപോയാൽ 100 കണക്കിന് കേസുകളിൽ ജഡ്ജിമാരെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജഡ്ജിമാർ സ്വയം മാറിയിട്ടുണ്ട്. അതേപോലെ അനേകം കേസുകൾ സംസ്ഥാനത്ത് പുറത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്ര പ്രമാദമായ കേസ്, അതായത് കക്ഷി ഒരു വനിതയാണ്, റേപ്പാണ് സംഭവം, ഭയങ്കര പബ്ലിക് അറ്റൻഷൻ പിടിച്ചു പറ്റിയതാണ്. ജഡ്ജി പെരുമാറുന്ന രീതിയും പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എഴുതിയെടുക്കാണ്ടിരുന്നപ്പോഴാണ് കക്ഷി പറഞ്ഞ് എഴുതിയെടുക്കണം. അന്നേരം ഞാൻ സ്റ്റെനോഗ്രാഫർ ആണോന്നാ ചോദിച്ചു. എഴുതിയെടുത്ത് കഴിഞ്ഞില്ല, പിന്നെ വിധിന്യായത്തിൽ പറയണ്ടല്ലോ ഇങ്ങനെ മൊഴി നൽകിയിരുന്നു എന്ന്. തെളിവുകൾ ചൂണ്ടിക്കാണിക്കാതെ ഇരിക്കാൻ പറ്റുമല്ലോ, തെളിവ് രേഖപ്പെടുത്താണ്ടിരുന്നാൽ. പ്രതിഭാഗം ആവശ്യപ്പെട്ടാൽ ഇത് സാധിച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഇവിടെ പ്രതിഭാഗം വിചാരണ കേരളത്തിൽ തന്നെ നടത്തണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അത് നടത്തിയില്ല. ഞാൻ വിചാരണ നടക്കുമ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, ഇത് നിരാകരിച്ച സ്ഥിതിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടത്തില്ല, അതുകൊണ്ട് വിചാരണയെ ബഹിഷ്കരിക്കുക, ഹാജരാകാതെ അവരെന്തേലും തീരുമാനിക്കട്ടെ എന്ന് വെച്ചായിരുന്നു കുറച്ചുകൂടെ അന്തസ്സായിട്ട് നിൽക്കാമായിരുന്നു. ഇനി നാക്കെഴുപ്പുഴുത്താൽ നുണഞ്ഞിറക്കുക എന്നേ ഉള്ളെന്ന് നമ്മൾ ഒരു പഴമൊഴി പറയാറില്ലേ. ഇനി മിനിമം ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ അപ്പീലിന്റെ പുറകെ കിടന്ന് വെറുതെ വിഷമിക്കുകയാണ്. സർക്കാരിന് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഈ ജഡ്ജിയെ പറ്റി ഒരു വാക്ക് പറയാതെ പോയാൽ അത് ശരിയാകത്തില്ല. കാരണം പണ്ട് കുറച്ച് വർഷം മുമ്പ് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് രാത്രിയിൽ ഇവരുടെ വസതിയിൽ ഹാജരാക്കി. അപ്പം FIR-ൽ ഇയാൾക്ക് പറഞ്ഞ കുറ്റങ്ങളല്ലെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്തു? ഇയാളെ 14 ദിവസത്തെ റിമാൻഡിന് വിട്ടു. കാരണം മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെയും താല്പര്യത്തിനായി അനുസരിച്ചായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത്, വീണ ജോർജിന്റെ ഒരു കേസിൽ. അപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് FIR-ൽ നിന്ന് തന്നെ മനസ്സിലായെങ്കിലും ചെയ്യാത്തയാളെ ജയിലിൽ വിട്ട് ജഡ്ജിയായത്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജഡ്ജ്മെന്റ്, മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത വനിതയാണിത്. ആ വനിതയിൽ നിന്ന് നീതി കിട്ടിയാലെന്ന് ഈ കുട്ടിക്ക് നേരത്തെ തോന്നിയിട്ടും എന്ത് ഫലമുണ്ടായി? നമ്മുടെ രാജ്യത്ത് അത് വനിതകൾക്കൊപ്പമാണെന്നല്ല എന്നും വിളിച്ചു പോകുന്നുണ്ട്.
അതായത് ഹണ്ടിങ് വിത്ത് ദ ഹൗണ്ട് ആൻഡ് റണ്ണിങ് വിത്ത് ദ ഹെയർ. രഹസ്യമായിട്ട് പ്രതിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുക, പരസ്യമായിട്ട് ഞങ്ങൾ അതിജീവിതയുടെ കൂടെയാണെന്ന് എപ്പോഴും വാവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ADM നവീൻ നന്ദി, ബാബുവിനെ നമസ്കാരം. വകവരുത്തി ഞാൻ ക്യാപ്റ്റൻ കെട്ടിത്തൂക്കുക ജോയ്. നമ്മൾക്കറിയാമല്ലോ. അവർ ശരിയാക്കി കഴിഞ്ഞ് എന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. എന്നിട്ട് ഈ കുടുംബത്തോടൊപ്പം ഇതുവരെ നിന്നിട്ട് എന്ത് നീതിയാണ് കുടുംബത്തിന് വാങ്ങിക്കൊടുത്തത്?